ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര മാറ്റമായിട്ടുള്ളൊരു അപ്ഡേറ്റാണ്. നമ്മുടെ ആദ്യത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുവരുന്ന നമ്മുടെ ലാലേട്ടൻ്റെ L365, അതായത് ലാലേട്ടൻ പോലീസ് വേഷത്തിലെത്തുന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഡയറക്ടർ അങ്ങനെ മാറിയിരിക്കുകയാണ്. അദ്ദേഹം തന്നെ പിന്മാറിയതാണ്. നമ്മുടെ തരുൺ മൂർത്തിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തുടരുന്ന ശേഷം വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിക്കാൻ വേണ്ടി വീണ്ടും ആ കോംബോ വരികയാണ്. അപ്പോൾ എന്തായാലും സിനിമ എന്തായാലും തകർക്കട്ടെ. വേറെ ആകെ ഡയറക്ടർ മാത്രം മാറിയിട്ടുള്ളൂ, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് സെയിമാണ്. അപ്പോൾ എന്തായാലും തരുൺ മൂർത്തിയുടെ ഇതാണോ ഇനിയിപ്പോൾ അടുത്തതെന്ന് അറിയില്ല. അല്ലെങ്കിൽ ടോർപിഡോ നമ്മുടെ ഓപ്പറേഷൻ കമ്പോഡിയൊക്കെ ഇനി കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ. ഇനിയിപ്പോൾ ഏതാണ് ആദ്യം ചെയ്യാൻ പോകണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. മിക്കവാറും ഇത് ലാസ്റ്റ് ആവാനാ വഴി. അപ്പോൾ ഇതും വൈകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കളങ്കാവലിൻ്റെ പ്രൊമോഷൻ്റെ ഇടയിൽ നമ്മുടെ വിനായകൻ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം ജയിലർ 2ൻ്റെ ഭാഗമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മിക്കവാറും ഒരു ഫ്ലാഷ് ബാക്ക് സീനൊക്കെ തന്നെ ആയിരിക്കാം. ചെറിയ റോൾ തന്നെ ആയിരിക്കും. എന്തായാലും അദ്ദേഹം ഉണ്ടെന്ന് അദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജയിലർ 2ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ മാസത്തെ ഏറ്റവും എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന സിനിമയാണല്ലോ ബബ്ബബ്ബ. അപ്പോൾ സിനിമയുടെ റിലീസ് മാറ്റി വയ്ക്കുന്ന ചെറിയ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ഉറപ്പില്ല. ദിലീപിൻ്റെ കേസുമായിട്ടും പിന്നെ ഓൾറെഡി നമുക്ക് ആ കേസ് വന്നപ്പോൾ തന്നെ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ പ്രൊഡക്ഷനിലെ കുറച്ച് വർക്ക്സ് ബാക്കി ഉണ്ടെന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയില്ല. 18-ാം തീയതി തന്നെ വരട്ടെ. ഡേറ്റ് മാറുകയാണെങ്കിൽ ഈ മാസം തന്നെ വരുന്നതായിരിക്കും ഇത്തിരി കൂടെ നല്ലത്. എന്തായാലും നമുക്ക് മാറ്റം വരുമോ എന്ന് ഉള്ള അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്ന് ഡിസംബർ 1-ാം തീയതി നമ്മുടെ കളങ്കാവലിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ 11:11 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റിവ്യൂ എന്തായാലും ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ഇന്ന് വൈകുന്നേരം ഒരു 7:30-7:35 ആയപ്പോൾ നമ്മുടെ കളങ്കാവലിൻ്റെ ഒരു പ്രീ റിലീസ് ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 55 സെക്കൻഡാണ് ആ ടീസർ. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യുക. നമ്മൾക്ക് അത്ര കേട്ട് പരിചയമില്ലാത്തൊരു വാർത്തയാണ്. അതായത് ഫ്രീ കളക്ഷൻ 350, 400 എന്നൊക്കെ ഉള്ളത് നമ്മുടെ വിജയ് സിനിമകളിലാണ് നമ്മൾ കൂടുതലും കേട്ടിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ദൃശ്യം 3 നേടിയിരിക്കുകയാണ്. ഏകദേശം ഒരു 350 കോടി എന്നാണ് പറയുന്നത്. നമ്മുടെ രഞ്ജിത്താണ് ഈ വാർത്ത പറഞ്ഞത്. അവരുടെ ടീം, അതായത് ദൃശ്യം 3 ടീം ഒരിക്കലും പുറത്തുവിട്ടുള്ള ഇത്, പക്ഷേ ഇത്രയും വലിയൊരു എമൗണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഫ്രീ കളക്ഷനായിട്ട് പറയുന്നത്. എന്തായാലും നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത ഒരു OTT അപ്ഡേറ്റാണ്. നമ്മുടെ രശ്മിക മന്ദാനം നായികയായ ഇത് ഗേൾ ഫ്രണ്ട് എന്ന സിനിമ ഈ മാസം ഡിസംബർ 5-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ 5ഓളം ഭാഷയിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയും ഉള്ള വാർത്തകൾ. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസും മൂവി അപ്ഡേറ്റ്സൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.